500 ഒത്തിരി വഴുകി. ചില്ലറക്ഷാമം പരിഹരിച്ച് വ്യാജൻ വിലസുന്നു. ATM-ലും 100-ന്റെ കള്ള നോട്ടുകൾ. നമസ്കാരം, ഞാൻ മുബാറക് പനങ്ങാട്ടിൽ. വാർത്തയുടെ വിശദമായ രൂപത്തിലേക്ക്. കള്ളപ്പണം തടയാൻ നോട്ടില്ലാതാക്കിയ നാട്ടിൽ കള്ളനോട്ടിന്റെ അഴിഞ്ഞാട്ടം. ചില്ലറക്ഷാമം രൂക്ഷമായ സാഹചര്യങ്ങൾ മുതലെടുത്ത് വിപണിയിലേക്ക് ഒഴുകുകയാണ് 100-ന്റെയും 50-ന്റെയും കള്ളനോട്ടുകൾ. കെട്ടിലും മട്ടിലും ഒറിജിനൽ നോട്ടുകളെ വെല്ലുന്ന വ്യാജ നോട്ടുകൾ. 500-ഉം 100-ഉം കിട്ടാനില്ലെന്ന് പറഞ്ഞു നടന്നവർ കിട്ടിയ നോട്ടിനെ കീറി മുറിച്ച് പരിശോധിക്കുന്നു. തൊട്ടും തലോടിയും പിന്നെ തുറിച്ചു നോക്കിയും അളവെടുത്തും. പ്രശ്നം അതീവ ഗുരുതരം. അപരന്റെ പ്രളയം. അഞ്ഞൂറാനെത്താൻ ഒത്തിരി വഴുകിയപ്പോൾ മാർക്കറ്റിലെ ചില്ലറക്ഷാമം പരിഹരിച്ച് അപരനെത്തി. 100-ന്റെ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടുകൾ. ഒറിജിനൽ നോട്ടുകളേക്കാൾ കൂടുതലാണോ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടുകളെന്ന് സംശയിക്കും വിധം അപരന്മാർ വിലസുകയാണിപ്പോൾ. നോട്ടിന്റെ നീളത്തിലുള്ള ചെറിയൊരു വലിപ്പക്കുറവും വാട്ടർമാർക്കിലെ ഗാന്ധി ചിത്രത്തിലെ മങ്ങിച്ചയും മാത്രമാണ് ഒറിജിനൽ നോട്ടുകളിൽ നിന്നും കള്ള നോട്ടുകളെ വ്യത്യസ്തനാക്കുന്നത്. 15.8 സെന്റിമീറ്റർ. ഇതാണ് 100-ന്റെ നോട്ടുകൾക്ക് റിസർവ് ബാങ്ക് നൽകിയിട്ടുള്ള നീളം. വിപണിയിൽ സുലഭമായി വിലസുന്ന വ്യാജ നോട്ടിന്റെ നീളം ഇതിനേക്കാൾ 1 മില്ലിമീറ്റർ കുറവാണ്. അതായത് 15.7 സെന്റിമീറ്റർ. നീളവും വീതിയും ഒത്തുനോക്കി വ്യാജനെ തിരിച്ചറിയണമെങ്കിൽ അല്പം വിഷമിക്കേണ്ടി വരും. പിൻവലിച്ച നോട്ടുകൾക്ക് പകരം തിരിച്ചെത്തിയ 2000-ന്റെ നോട്ടുകളും തുടർന്നുണ്ടായ ചില്ലറക്ഷാമവും വ്യാജ നോട്ടുകൾക്ക് വിലസാനുള്ള അവസരങ്ങളാണ് ഒരുക്കിയത്. വിപണിയിൽ മാത്രമാണ് വ്യാജന്റെ വിലാസങ്ങളെന്ന് കരുതിയാൽ തെറ്റി. മണിക്കൂറുകൾ കാത്തുനിന്ന് ATM കൗണ്ടറുകളിലൂടെ പിൻവലിക്കുന്ന പണത്തിലും വ്യാജന്റെ സാന്നിധ്യമുണ്ട്. നോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതോടൊപ്പം കയ്യിൽ കിട്ടിയത് ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ എന്ന് പലതവണ തിരിച്ചും മറിച്ചും പരിശോധിച്ച് വേണം ATM കൗണ്ടറുകളോട് നന്ദി പറഞ്ഞ് പുറത്തിറങ്ങാൻ. അല്ലാത്ത പക്ഷം കുറിവരച്ച് ഗോവിന്ദ ചൊല്ലേണ്ടി വരും. കഴിഞ്ഞ ദിവസം പൊന്നാനിയിൽ ഒരു ATM കൗണ്ടറുകളിൽ നിന്നും ഇടപാടുകാർക്ക് ലഭിച്ചത് നിരവധി 100-ന്റെ വ്യാജ നോട്ടുകളായിരുന്നു. ന്യൂസ് ഓൺ ലൈവ് ന്യൂസ് ബ്യൂറോ, പൊന്നാനി.